ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് ഐശ്വര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷോർട്സ് വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീടിനടുത്തുള്ള നല്ല അടിപൊളി ഫുഡ് സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വേറെ എങ്ങും അല്ല, കാരേറ്റാണ് ശ്രീ ഐശ്വര്യ. കുറേ പേര് പോയിട്ടുണ്ട്, കുറേ പേര് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. നൈറ്റ് ആയപ്പോൾ ഭയങ്കര ക്രേവിങ്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പോയാലോ? അയ്യോ ഹലോ ഗൈസ്, ഹലോ ഗൈസ്, നമ്മൾ എവിടെ പോവേണ്? ഞങ്ങളെല്ലാവരും ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. മുമ്പൊരിക്കൽ പോയപ്പോഴത്തേക്ക് മസാല ദോശയും പ്ലെയിൻ ദോശയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു ദിവസം പോയപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലിയാണ് വാങ്ങിച്ചിരുന്നത്. അടിപൊളി ഇഡ്ഡലിയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇഡ്ഡലി വാങ്ങിച്ചത്. ഇഡ്ഡലി എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിയും സാമ്പാറും ഒക്കെ കിടിലമാണ്. നമ്മുടെ കിളിമാനൂർ കാരേറ്റിനിടയ്ക്ക് ശ്രീ ഐശ്വര്യ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പിള്ളേരെ എവിടെ ചെന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യമേ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെയാണ് നേവൂട്ടനും. അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ്റെ കണ്ണിതാ ഈ ഒരു ഷോപ്പിലോട്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഇറങ്ങിയ ഉടനെ അവൻ ആദ്യം പോയത് ഈ ഷോപ്പിൽ തന്നെ ആയിരുന്നു. ഇതാ വെറൈറ്റി ആയിട്ടുള്ള ധാരാളം കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും നേവൂട്ടൻ എവിടെ ചെന്നാലും ദാ ഈ ഒരു കാറായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇവിടെയും അതിനൊരു മാറ്റം വന്നില്ല, കാറ് തന്നെയാണ് സെലക്ട് ചെയ്തത്. 250 രൂപയാണ് എൻ്റെ വില പറഞ്ഞത്. 200 രൂപയ്ക്കാണ് ഈ പയ്യൻ തന്നത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായാലും അല്ലാതെ ഈ ഷോപ്പിലായാലും എന്ത് രസമായിട്ടാണെന്നറിയോ അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ ചട്നിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമുക്കവർ സെർവ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അതെല്ലാം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഷോപ്പിലും. ഇത്ര ക്ഷമയോടുകൂടി കൃത്യമായ മറുപടിയാണെന്നോ തരുന്നത്. പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് വേണ്ട വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. എൻ്റെ ശ്രദ്ധ പോയത് ദാ ഈ ഒരു ഹാൻഡ് ബാഗിലോട്ടാണ്. എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ. തടി കൊണ്ടുണ്ടാക്കിയ ഈ ഒരു വള നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പല പല നിറത്തിലുള്ള വളകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് സൈസ് അല്ലായിരുന്നു. ഞാനിപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചു, അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കയറില്ല. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അത് തിരിച്ചു വെച്ചിട്ട് ഇറങ്ങി വരേണ്ടി വന്നു. കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റിന് വേണ്ടി കരയണമല്ലോ. അതാണ് നേവൂട്ടൻ്റെ സ്ഥിരം പല്ലവി. അതിവിടെയും ആവർത്തിച്ചു. ഇതാണ് ശ്രീ ഐശ്വര്യ. ഇതുവഴി പോകുന്നവർ ഒരു പ്രാവശ്യം ഇവിടെ കയറി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.